വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 7ഉം 8ഉം അധ്യായങ്ങളിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമാത്മാവിനെക്കുറിച്ചുള്ള അറിവാണ് അർജുനന് നൽകുന്നത്. നമുക്കവയെ കോർത്തിണക്കി മനസ്സിലാക്കാം. ആദ്യമായി പ്രപഞ്ചരൂപിയായ പരമാത്മാവിൻ്റെ 2 വിധ പ്രകൃതികളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. പഞ്ചഭൂതാത്മകമായ ജഡവസ്തുക്കൾ നിറഞ്ഞ അപരാപ്രകൃതിയും അവയ്ക്ക് ജീവൻ നൽകി പ്രവർത്തിപ്പിക്കുന്ന ശ്രേഷ്ഠമായ പരാപ്രകൃതിയും. ഈ രണ്ടും ചേർന്നാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. പരമാത്മാവ് മായ അല്ലെങ്കിൽ പ്രകൃതിയിലൂടെയാണ് സൃഷ്ടി ചെയ്യുന്നത്. നമുക്ക് ചുറ്റിലുമുള്ള പ്രകൃതിയെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം മായ നമ്മെ പരമാത്മാവിൽ നിന്ന് മറയ്ക്കുന്നു. ത്രിഗുണാത്മികമായ മായ ഗുണങ്ങളിലൂടെ, അതായത് സത്വരജമോ ഗുണങ്ങളിലൂടെ നമ്മെ പ്രകൃതിയിലെ വിഷയസുഖങ്ങളിൽ ആസക്തരാക്കുന്നു. ഈ മായയെ തരണം ചെയ്ത് പ്രപഞ്ചനാഥനായ പരമാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ നിരന്തരമായ ഈശ്വരധ്യാനത്തോടുകൂടി സത്കർമ്മങ്ങൾ ചെയ്ത് വാസുദേവ സർവമിതി എന്ന അറിവ് നേടി ബ്രഹ്മജ്ഞാനി ആകണം. ഇങ്ങനെ ഇതറിഞ്ഞ ബ്രഹ്മജ്ഞാനികൾ പല ജന്മങ്ങളിലെ ധ്യാനപുണ്യത്തിലൂടെ ആത്മാവിനെ അറിഞ്ഞ് ആത്മാവിൽ എത്തിച്ചേരുന്നു എന്ന് ഭഗവാൻ പറയുന്നു. തുടർന്ന് ഏകനായ പരമാത്മാവ് എങ്ങനെ ജഗത് സൃഷ്ടി നടത്തുന്നു എന്ന് പറഞ്ഞു തരുന്നു. സത്യമായ ബ്രഹ്മവും മിഥ്യയായ ജഗത്തും, ഇവ തമ്മിലുള്ള ബന്ധമാണ് അക്ഷരബ്രഹ്മയോഗം എന്ന 8ാം അധ്യായത്തിലൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഏകനും ശാശ്വതനുമായ പരമാത്മ ചൈതന്യം പല നാമരൂപങ്ങളിലുള്ള ജഗത്തിനെ മായയിലൂടെ സൃഷ്ടിക്കുന്നു. എങ്ങനെ പലതായി പരമാത്മാവ് മാറുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മായയിലൂടെ പഞ്ചഭൂതാത്മകമായ ജഗത്തിനെ സൃഷ്ടിക്കുന്നു. നാശമുള്ള ഭൗതിക പ്രപഞ്ചം ഇതാണ് അതിഭൂതം. ജഗത്തിലെ ജഡവസ്തുക്കളെ ജീവൻ നൽകി പ്രകാശിപ്പിക്കുന്നു പരമാത്മ ചൈതന്യം. ഓരോ ശരീരത്തിലും ജീവചൈതന്യമായി പ്രകാശിക്കുന്നു. ജീവാത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരീരത്തിലെ മനോബുദ്ധികൾക്ക് അറിവ് നൽകുന്ന പരമാത്മശക്തി അതിദൈവം. പരമാത്മാവിൻ്റെ ഈ സൃഷ്ടി പ്രവർത്തനങ്ങളെ കർമ്മം എന്ന് പറയുന്നു. ഓരോ ശരീരത്തിലും ഇതിനെല്ലാം സാക്ഷിയായി പരമാത്മ ചൈതന്യം അതിയജ്ഞൻ എന്ന പേരിൽ കുടികൊള്ളുന്നു. ഇങ്ങനെ ഓരോ ശരീരത്തിലും നമുക്ക് ജീവനും അറിവും കഴിവും തന്ന് പ്രവർത്തിപ്പിക്കുന്ന ജീവാത്മാവിനെ അറിയുന്ന യോഗി ജീവാത്മാവിൽ മനോബുദ്ധികളെ അർപ്പിച്ചുകൊണ്ട് ശരീരമന നിയന്ത്രണത്തോടുകൂടി ഓങ്കാര മന്ത്രോച്ചാരണത്തോടുകൂടി സദാ സത്കർമ്മങ്ങൾ ചെയ്ത് ബ്രഹ്മജ്ഞാനിയായി തീർന്ന് മരണകാലത്തിലും ഈശ്വര സ്മരണയോടെ ദേഹത്യാഗം ചെയ്യാനുള്ള യോഗ്യത നേടുന്നു. ഏതിനെയാണോ നാം നിരന്തരമായി ചിന്തിക്കുന്നത് അതിനെ തന്നെ പ്രാപിക്കും. അതാണ് പ്രകൃതി നിയമം. അതിനാൽ സദാ ഈശ്വര സ്മരണയോടെ ജീവിക്കാൻ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു. അർജുന, ഈശ്വര സ്മരണം കൊണ്ട് ആത്മാവിനെ അറിയുന്ന ബ്രഹ്മജ്ഞാനികൾ ദേഹത്യാഗശേഷം അവരുടെ ജീവാത്മാവ് സംസാരത്തെ വിട്ട് ജീവിത ലക്ഷ്യമായ പരമപദത്തെ പ്രാപിച്ച് പരമാത്മാവിൽ ലയിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. മരണം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന അറിവില്ലാത്തതിനാൽ ജീവിതത്തിൽ ഓരോ നിമിഷവും ഈശ്വര ധ്യാനത്തോടെ കർമ്മങ്ങൾ ചെയ്ത് മനഃശുദ്ധി നേടണം. അങ്ങനെയുള്ളവർക്ക് ഈശ്വരൻ സുലഭനാണ്. ജീവിതം കൊണ്ട് ഒരാൾക്ക് സാധിക്കേണ്ട പരമലക്ഷ്യമാണ് ഈശ്വരപ്രാപ്തി അല്ലെങ്കിൽ പരമപദപ്രാപ്തി. അതിലെത്തിയാൽ പിന്നെ പുനർജന്മമില്ല എന്നും ഭഗവാൻ പറഞ്ഞു തരുന്നു.
ഇനി തുടർന്ന് മരണശേഷം ജീവാത്മാവിൻ്റെ ഗതിയെക്കുറിച്ച് പറയുന്നു. ദേവയാനം, പിതൃയാനം എന്ന 2 മാർഗങ്ങളാണ് ആത്മാവിൻ്റെ ഗതിയെ നിശ്ചയിക്കുന്നത്. നിരന്തരമായ ഈശ്വര ധ്യാനം കൊണ്ട് ആത്മാനുഭൂതി നേടിയ ബ്രഹ്മജ്ഞാനിയുടെ ആത്മാവ് മരണശേഷം അഗ്നി, ജ്യോതി, പകൽ, ശുക്ലപക്ഷം, ഉത്തരായണം എന്ന പ്രകാശമാർഗത്തിലൂടെ സഞ്ചരിച്ച സൂര്യമണ്ഡലവും കടന്ന് ബ്രഹ്മത്തിൽ ലയിക്കുന്നു. ഇതാണ് ദേവയാനം. വീണ്ടും ജനിക്കേണ്ടതില്ല. എന്നാൽ ലൗകിക വിഷയ ഇച്ഛയോടെ ജീവിക്കുന്നവർ മരണാനന്തരം അവരുടെ ജീവാത്മാവ് പുക, രാത്രി, ദക്ഷിണായനം എന്ന ഇരുണ്ട മാർഗത്തിലൂടെ സഞ്ചരിച്ച് ചന്ദ്രമണ്ഡലം വരെ എത്തി തിരിച്ച് സമയമാകുമ്പോൾ ഭൂമിയിൽ ജനിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നു. ഇത് പിതൃയാനം. ഇതിനെ രണ്ടിനെയും അറിയുന്ന ബ്രഹ്മജ്ഞാനികൾ വേദം, തപസ്, യജ്ഞം, ദാനം ഇവയിൽ നിന്നുള്ള പുണ്യഫലങ്ങളൊന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവ പുനർജന്മത്തിലെത്തിക്കും എന്നവർക്ക് അറിയാം. അതിനാൽ അർജുന, ജീവിതത്തിലെ ഓരോ നിമിഷവും ആത്മാവിൽ മനസ്സർപ്പിച്ചുകൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്ത് പരമപദപ്രാപ്തിക്ക് ശ്രമിക്കുക എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. നമുക്ക് ഭഗവാന്റെ ഉപദേശങ്ങൾ കേൾക്കാം, കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.